ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ ഇപ്പോൾ രാജ്യാന്തര മാധ്യമങ്ങൾ വരെ കവർ ചെയ്യുന്നുണ്ട്. പറഞ്ഞു വരുന്നത് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് അമേരിക്കയെക്കുറിച്ചും അമേരിക്കൻ പ്രസിഡന്റിനെക്കുറിച്ചും പറഞ്ഞ ചില കാര്യങ്ങളാണ്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്ന ഭരണകക്ഷിയുടെ ഭാഗമായ പ്രധാന നേതാക്കളിൽ ആദ്യത്തെ ആളാണ് ഇപ്പോൾ രാജ്നാഥ് സിംഗ്. ട്രംപിനെയും അമേരിക്കയെയും രാജ്നാഥ് സിംഗ് വിമർശിച്ചതുപോലെ ഭരണകക്ഷിയുടെ ഭാഗമായിട്ടുള്ള വേറെ ഒരു നേതാവും, അതായത് പ്രധാന നേതാക്കളിൽ ആരും ഇതേപോലെ പ്രതികരിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. അതായത് പ്രതിരോധ മന്ത്രി പറഞ്ഞത്, ഒരു സർവാധികാരിക്ക് ഇന്ത്യയുടെ ഉയർച്ച ഇഷ്ടപ്പെടുന്നില്ല എന്നും മേക്കിംഗ് ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് വില ഉയർത്താനാണ് ചിലരുടെ ശ്രമമെന്നുമാണ് ആദ്യം രാജ്നാഥ് സിംഗ് പറഞ്ഞത്. ഒരു ശക്തിക്കും ഇന്ത്യയുടെ വളർച്ച തടയാനാവില്ല എന്നും കൂടെ അദ്ദേഹം പറഞ്ഞു. ഇവിടെ സർവാധികാരി എന്ന് വിളിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ ഈ ഒരു വാർത്ത കവർ ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഫിയർലെസ് ആയിട്ടാണ് കേട്ടോ ഡീൽ ചെയ്യുന്നത്. ഇതാണ് അമേരിക്കയെ പോലും ആശ്ചര്യപ്പെടുത്തുന്നത്. ഇത്രയും ധൈര്യത്തോടെ അമേരിക്കയുടെ മുമ്പിൽ നിൽക്കാൻ ഇന്ത്യക്ക് എങ്ങനെയാണ് കഴിയുന്നത്? എന്താണ് ഇന്ത്യയുടെ ഈ ധൈര്യത്തിന് പുറകിലെന്ന് ഒരുപക്ഷെ ട്രംപ് പോലും ആലോചിക്കുന്നുണ്ടാവാം. കണക്കുകൾ വെച്ച് നോക്കിയാൽ ഇന്ത്യയെക്കാൾ എത്രയോ മടങ്ങ് മുമ്പിലാണ് സാമ്പത്തികമായിട്ട് അമേരിക്ക. നമ്മുടെ 4.2 ട്രില്യനും അമേരിക്കയുടെ 30 ട്രില്യനും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. ഏകദേശം ഇന്ത്യയുടെ 7-8 മടങ്ങ് സാമ്പത്തികമായിട്ട് അമേരിക്ക GDPയുടെ കാര്യത്തിൽ മുമ്പിലാണ്. സൈനിക ശക്തിയിലും സാങ്കേതിക വിദ്യയിലും ഒന്നും നമ്മളെക്കാൾ പുറകിലല്ല, അവർ വളരെ മുമ്പിലാണ്. ആ അമേരിക്കയെ സാധാരണ ലോകത്തെ എല്ലാ രാജ്യങ്ങളും റെസ്പെക്റ്റോടെയാണ് കാണുന്നത്. അമേരിക്ക പറയുന്നതിനെതിരെ പ്രതികരിക്കുന്നത് വളരെ കുറച്ച് രാജ്യങ്ങളാണ്. ചൈന, റഷ്യ, അല്ലെങ്കിൽ അപൂർവമായിട്ട് ഇറാൻ, അല്ലെങ്കിൽ ഉത്തര കൊറിയ. പക്ഷേ ഇന്ത്യ സാധാരണ രീതിയിൽ ഇങ്ങനെ അമേരിക്കയോട് റിയാക്ട് ചെയ്തിട്ടില്ല. ഈ ഒരു ഇന്ത്യ അമേരിക്ക ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്താണ് ഇന്ത്യയിൽ ഉണ്ടായ മാറ്റമെന്ന് ചിലപ്പോൾ ട്രംപ് ആലോചിക്കുന്നുണ്ടാവാം. പക്ഷേ കർക്കശമായിട്ട് തന്നെയാണ് അമേരിക്കയുമായിട്ടുള്ള വിഷയത്തിലുള്ള ഇന്ത്യയുടെ പ്രതികരണങ്ങൾ. നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ട്രംപിനെ സർവാധികാരി എന്ന് വിളിക്കുന്നു. അതിലുപരിയായിട്ട് ട്രംപ് ഇന്ത്യയുടെ വളർച്ച ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നു. മേക്കിംഗ് ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കയറ്റം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അതിന്റെ വില വർദ്ധിപ്പിക്കാനായിട്ട് ട്രംപ് ശ്രമിക്കുന്നു എന്ന് പറയുന്നു. കൂട്ടത്തിൽ ഒരു ശക്തിക്കും ഇന്ത്യയുടെ വളർച്ച തടയാൻ കഴിയില്ല എന്നൊരു വാചകം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ അമേരിക്കയ്ക്ക് കൂടുതൽ തിരിച്ചടി നൽകുന്നതിനെ കുറിച്ച് ഇന്ത്യ ആലോചിക്കുകയാണ്. അമേരിക്കയിൽ നിന്ന് വരുന്ന അലുമിനിയം, സ്റ്റീല്, തുണിത്തരങ്ങൾ തുടങ്ങിയവയ്ക്ക് തീരുവ ഈടാക്കുന്നതിനെ കുറിച്ചാണ് ഇന്ത്യ ആലോചിക്കുന്നത്. റഷ്യ അമേരിക്ക ചർച്ചകളിൽ ഇന്ത്യക്കെതിരെ പിഴ ചുമത്തിയ വിഷയം ഉയർന്നു വരാനുള്ളൊരു സാധ്യതയുണ്ട്. റഷ്യ അമേരിക്ക ചർച്ച നടക്കുമ്പോൾ കാര്യങ്ങൾ രമ്യതയിലല്ല അവസാനിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ അമേരിക്കക്കെതിരെ കൂടുതൽ നടപടികൾ സ്വീകരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച അമേരിക്ക ഇന്ത്യക്കെതിരെ അധിക തിരുവ ഏർപ്പെടുത്തുന്ന സമയത്ത് അമേരിക്ക പ്രതീക്ഷിച്ചത്, ട്രംപെ പ്ലീസ് നിങ്ങളത് ചെയ്യരുത്, നിങ്ങൾ നിർത്തണം, എന്ത് വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങളെ തകർക്കല്ലേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയിട്ട് അപേക്ഷിക്കുന്ന ഒരു ഇന്ത്യയാണ് ട്രംപ് പ്രതീക്ഷിച്ചതെങ്കിൽ 4 ദിവസം കഴിഞ്ഞിട്ടും, അല്ലെങ്കിൽ 4-5 ദിവസമായിട്ടും ഇതുവരെ ഇന്ത്യ ഒരക്ഷരം അമേരിക്കയോട് പോയി പറഞ്ഞിട്ടില്ല. ഇതുവരെ ഇത് പിൻവലിക്കണമെന്ന ആവശ്യവുമായിട്ട് ഇന്ത്യൻ ഭരണകൂടം അമേരിക്കയെ സമീപിച്ചിട്ടുമില്ല. ഇത് ട്രംപിനെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തിയിരിക്കുകയാണ്. ട്രംപ് വിചാരിച്ചത് നരേന്ദ്രമോദി ഒന്ന് വിളിക്കുമെന്നാണ്. മോദി തിരിഞ്ഞു നോക്കിയിട്ടില്ല. അമേരിക്ക എന്തൊക്കെ ചെയ്തിട്ടും ഇന്ത്യ അതിനെ സംയമനത്തോടെ നേരിടുകയും അമേരിക്കയോട് ആ വിഷയത്തിൽ ഒന്ന് ഞങ്ങളുമായിട്ട് നിങ്ങൾ സംസാരിക്കൂ, നമുക്ക് പരിഹരിക്കാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയിട്ട് നമുക്കിതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, നിങ്ങളൊന്ന് വിട്ടുവീഴ്ച ചെയ്യൂ എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങോട്ട് പോയിട്ട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നില്ല ഇന്ത്യ ഒരേ നിലപാടിൽ, കടുത്ത നിലപാടിൽ നിൽക്കുകയാണ്. ഈ സമയത്താണ് രാജ്നാഥ് സിംഗിന്റെ ഈ മാസായിട്ടുള്ള പ്രസംഗം. അത് അടിപൊളി പ്രസംഗമായിരുന്നു കേട്ടോ. ഞാൻ കേട്ടതാണ്. ഹിന്ദിയിൽ അദ്ദേഹം നടത്തിയ ഗംഭീരമായൊരു പ്രസംഗം ഭാരതത്തെ വിശ്വത്തിലെ, അതായത് ലോകത്തിലെ ഒരു വലിയ ശക്തി ആവുന്നതിൽ നിന്ന് ഒരു ശക്തിക്കും തടയാൻ കഴിയില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൂടി രാജ്നാഥ് സിംഗ് പറയുന്നുണ്ട്. അമേരിക്കയ്ക്കും പ്രസിഡന്റ് ട്രംപിനുമുള്ള ഇന്ത്യയുടെ ഡയറക്റ്റ് മുന്നറിയിപ്പാണ്, നിങ്ങൾക്ക് ഞങ്ങളെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല, ഞങ്ങളുടെ വളർച്ചയെ തടയാനും പറ്റില്ല, നിങ്ങൾ എത്ര വേണോ തിരുവ വർദ്ധിപ്പിച്ചോ, ഞങ്ങളെ പിടിച്ചു കെട്ടാൻ നിങ്ങളെ കൊണ്ടാകില്ല എന്ന് തന്നെയാണ് ഇന്ത്യ പറയുന്നത്. വെരി ഇൻട്രസ്റ്റിംഗ്. നമ്മുടെ രാജ്യം ഇങ്ങനെയൊക്കെ തഗ് ഡയലോഗും മാസ് ഡയലോഗൊക്കെ പറഞ്ഞിരുന്നെങ്കിലെന്ന് ആലോചിച്ച് ഒരുപാട് സമയമുണ്ടായിരുന്നു. ഇന്ന് ഇന്ത്യ ആ നിലയ്ക്ക്, US ആണെങ്കിൽ US-നോട്, ചൈനയാണെങ്കിൽ ചൈനയോട്, ഏത് രാജ്യം നമുക്കെതിരെ വന്നാലും അവർക്കെതിരെ ശക്തമായിട്ട് നേരിടുന്ന കാണുമ്പോൾ ആ പ്രതിസന്ധികളെ നേരിടുക മാത്രമല്ല, അതിന് വേറെ മാർഗങ്ങൾ കണ്ടെത്തി നമ്മുടെ രാജ്യത്തെ ബാധിക്കാത്ത തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനും കഴിയുന്നുണ്ട്. ഇതൊരു വലിയൊരു മാറ്റമാണ് ഇന്ത്യയിൽ ഉണ്ടായ ഒരു വലിയ മാറ്റം. ഒരുപക്ഷെ മോദി 2014 വന്നതിന് ശേഷം
നമ്മുടെ രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്നായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.